ബൈബിളിലെ ഒരു വാക്യമാണ് എൻ്റെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ ഭയങ്കര എളുപ്പമാക്കി മാറ്റിയത്. ബൈബിളിൽ ഈ വാക്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ ലൈഫിൽ എന്ത് വേണേലും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ബൈബിൾ പറയുന്നു, ഉള്ളവന് ഞാൻ വീണ്ടും വീണ്ടും കൊടുക്കും, ഇല്ലാത്തവൻ്റെ നിന്ന് ഉള്ളതും കൂടെ ഞാൻ തിരിച്ചെടുക്കുമെന്ന്. എന്തുള്ളവനാണ്? പണമുള്ളവന് വീണ്ടും വീണ്ടും പണം നൽകുന്നതാണോ? ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും ഉള്ളവന് ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും വീണ്ടും വീണ്ടും നൽകുന്നതാണോ? അതോ പണമില്ലാത്തവൻ്റെ നിന്നുള്ള പണം കൂടെ ഞാൻ തിരിച്ചെടുക്കും, ആരോഗ്യമില്ലാത്തവൻ്റെ നിന്നുള്ള ആരോഗ്യം കൂടെ ഞാൻ തിരിച്ചെടുക്കും, അങ്ങനെയാണോ ബൈബിൾ പറയണത്? അല്ല. നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയുള്ളവന് ഞാൻ വീണ്ടും വീണ്ടും നൽകും, നന്ദിയില്ലാത്തവൻ്റെ നിന്ന് ഉള്ളത് കൂടെ ഞാൻ തിരിച്ചെടുക്കും. ഇതാണ് ബൈബിൾ പറയണത്. ഗ്രാറ്റിറ്റ്യൂഡാണ്. നന്ദിയുള്ളവന് ദൈവം നന്ദി പറയാനുള്ള കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കും. ഞാൻ ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടത്? ഈ ദിവസങ്ങളിൽ ഞാൻ ചെയ്തൊരു കാര്യമുണ്ട്. ഓരോ ദിവസവും എനിക്ക് കിട്ടിയ നന്മകൾ ഞാൻ ദൈവത്തോട് നന്ദി പറയാൻ തീരുമാനിച്ചു. 10 നന്മകൾ ഒരു ദിവസം. നിങ്ങളൊന്ന് ആലോചിച്ച്, ചുറ്റുമൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടിയ 10 നന്മകൾ. ചിലപ്പോൾ ഇന്നിട്ടേക്കുന്ന ഷർട്ടിനായിരിക്കും, ദൈവമേ എനിക്ക് നല്ലൊരു ഷർട്ട് തന്നതിനായി നന്ദി, എനിക്ക് ഈ പേന തന്നതിന് നന്ദി, എനിക്ക് എഴുതാൻ നല്ലൊരു ബുക്ക് തന്നതിനായി നന്ദി. ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾക്കല്ല, ചെറിയ കാര്യങ്ങൾക്ക്. ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു മിഠായി മേടിക്കാൻ തന്ന 10 രൂപയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ 5 രൂപയ്ക്കായിരിക്കാം. ദൈവമേ നന്ദി. ഇനി കാറില്ലാത്തൊരു ഇന്ന് ബസ്സിൽ സഞ്ചരിച്ചപ്പോൾ ബസ്സിന് കൊടുക്കാൻ തന്ന വണ്ടിക്കൂലിക്കായി നന്ദി. എഴുതാൻ റെഡിയാണോ? നമുക്ക് ഒരുമിച്ച് എഴുതാം. നമുക്ക് തന്ന ഓരോ നന്മകളും ഓരോ ദിവസവും 10 നന്മകൾ നമുക്ക് എഴുതി തുടങ്ങാം. ബൈ.